സ്വർണ്ണവില കുതിച്ചു വരികയാണ്. വെറും കുതിപ്പല്ല, ഒരു റോക്കറ്റ് പോലെയാണ് സ്വർണം മുന്നോട്ട് പോകുന്നത്. ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,23,720 രൂപയിലെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണ വിപണിയിൽ വല്ലാത്തൊരു മാറ്റമാണ് നമ്മൾ കാണുന്നത്. ഈ വിലക്കയറ്റം എവിടെ ചെന്ന് നിൽക്കും? സ്വർണം $6,000 എത്തുമോ? വെള്ളി $200 കടക്കുമോ? സാധാരണക്കാരായ നമ്മൾ ഇപ്പോൾ സ്വർണം വാങ്ങണോ അതോ വിൽക്കണോ? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ET മലയാളത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഇന്നത്തെ ഞെട്ടിക്കുന്ന കണക്കുകൾ നോക്കാം. ഫെബ്രുവരി 28 രാവിലെ ഒരു പവൻ സ്വർണത്തിന് 1,20,800 രൂപയായിരുന്നു വില. എന്നാൽ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അത് 1,23,720 രൂപയിലേക്ക് കുതിച്ചേർന്നു. അതായത് ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 3,000 രൂപയുടെ വർധനവ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റം ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും മുറുകുകയാണ്. യുദ്ധഭീതി നിലനിൽക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള വലിയ നിക്ഷേപകർ സുരക്ഷിതമായ ഒരിടം തേടും. അന്നും ഇന്നും ലോകത്തിന് ഏറ്റവും വിശ്വാസമുള്ള സുരക്ഷിതമായ നിക്ഷേപം സ്വർണമാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടാൻ ആളുകൾ മത്സരിക്കുകയാണ്. രണ്ടാമത്തെ കാരണം അമേരിക്കയിലെ സാമ്പത്തിക നയങ്ങളാണ്. അമേരിക്കയിൽ പുതിയ താരിഫ് നയങ്ങൾ വരുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഡോളറിന്റെ മൂല്യത്തിൽ ഉണ്ടാകുന്ന ഇടിവും സ്വർണ്ണവില കൂടാൻ കാരണമാകുന്നു. സാധാരണയായി ഡോളർ ദുർബലമാകുമ്പോൾ സ്വർണം കരുത്താർജിക്കാറുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ലോകരാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ നടത്തുന്ന നീക്കങ്ങളാണ്. ഇന്ത്യയിലെ റിസർവ് ബാങ്കും ചൈനയിലെ ബാങ്കും ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ കരുതൽ ശേഖരത്തിലേക്ക് വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്. ഡോളറിനെ മാത്രം ആശ്രയിക്കുന്നത് കുറിച്ച് സ്വർണത്തിലേക്ക് മാറാൻ പല രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഡിമാൻഡാണ് വിലയെ ഈ നിലയിലേക്ക് എത്തിച്ചത്. ഇനി നമുക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കാം. ആഗോള വിപണിയിൽ സ്വർണം $6,000 എത്തുമോ എന്ന ചർച്ച സജീവമാണ്. JP മോർഗൻ പോലുള്ള വലിയ സാമ്പത്തിക സ്ഥാപനങ്ങൾ നൽകുന്ന സൂചന പ്രകാരം 2026 അവസാനത്തോടെ സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. നിലവിൽ $5,000 മുകളിലാണ് രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ വ്യാപാരം നടക്കുന്നത്. ഇത് 6,000 കടന്നാൽ കേരളത്തിലെ സ്വർണ്ണവില എവിടെ എത്തുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വെള്ളിയുടെ കാര്യമെടുത്താൽ മാറ്റം അതിലും വലുതാണ്. വെള്ളി വെറും ഒരു ആഭരണ ലോഹമല്ല, മറിച്ച് സൗരോർജ്ജ പാനലുകളിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ വ്യവസായ മേഖലയിൽ നിന്നുള്ള ഡിമാൻഡ് വെള്ളിയുടെ വില കുത്തനെ കൂട്ടുന്നു. വെള്ളി വില $200 എത്തുമെന്ന പ്രവചനങ്ങൾ പല വിദഗ്ധരും നടത്തുന്നുണ്ട്. നിലവിൽ വെള്ളി വില $90 മുകളിലാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് സ്വർണം വെറും ഒരു നിക്ഷേപമല്ല, അതൊരു വികാരമാണ്. കല്യാണ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഈ വിലക്കയറ്റം വലിയൊരു തിരിച്ചടിയാണ്. എന്നാൽ നിക്ഷേപം എന്ന നിലയിൽ നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്വർണം നൽകിയ ലാഭം ഏകദേശം 80% മുകളിലാണ്. മറ്റ് നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് സ്വർണം വലിയ നേട്ടമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യണം? സ്വർണ്ണവിലയിൽ ചെറിയ തിരുത്തലുകൾ വരാൻ സാധ്യതയുണ്ട്. അതായത് വില കുത്തിനെ കൂടുമ്പോൾ ലാഭമെടുക്കാൻ വേണ്ടി ചിലർ സ്വർണം വിൽക്കും. അപ്പോൾ വില അല്പം കുറയാം. അത്തരം സമയങ്ങൾ നോക്കി സ്വർണം വാങ്ങുന്നത് ഗുണകരമാകും. ഒന്നിച്ച് വലിയ തുകയ്ക്ക് വാങ്ങുന്നതിന് പകരം ചെറിയ അളവിൽ വാങ്ങുന്ന രീതി പിന്തുടരുന്നതാകും ബുദ്ധി. ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ETF എന്നിവയും നല്ല ഓപ്ഷനുകളാണ്. അതുപോലെ തന്നെ വെള്ളിയുടെ കാര്യത്തിലും ശ്രദ്ധ വേണം. വെള്ളിയിൽ വലിയൊരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത്. അതിനാൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ചെറിയൊരു ഭാഗം വെള്ളിയിലേക്ക് മാറ്റാൻ ആലോചിക്കാം. ചുരുക്കത്തിൽ ലോഹ സാഹചര്യങ്ങൾ സ്വർണത്തിന് അനുകൂലമാണ്. യുദ്ധഭീതിയും സാമ്പത്തിക അനിശ്ചിതത്വവും മാറുന്നത് വരെ സ്വർണ്ണവില താഴോട്ട് വരാൻ സാധ്യത കുറവാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം ഇപ്പോൾ വിൽക്കാൻ ധൃതി കാണിക്കേണ്ടതില്ല. ഭാവിയിൽ ഇതിലും ഉയർന്ന വില ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സ്വർണ്ണവില ഇനിയും കൂടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ, അതോ ഇതൊരു കുമിള പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. സാമ്പത്തിക ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഇക്കണോമിക്സ് ടൈംസ് മലയാളം ഫോളോ ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണ്ണത്തിലോ മറ്റ് വിപണികളിലോ പണം ഇടുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിക്കുക. വിപണിയിലെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് ലാഭനഷ്ടങ്ങൾ ഉണ്ടായേക്കാം.